നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം, നന്മ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അല്ലാഹു ഒരുക്കി വെച്ച നുസുലൻ, അല്ലാഹുവിന്റെ സദ്യയാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അല്ലാഹു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. രക്ഷയുടെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വരുന്നുണ്ടോ? അല്ലാഹു വിളിക്കുകയാണ്. എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത്. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു. ഖാല അലസ്തു ബിറബ്ബിക്കും. അല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ, അവരൊക്കെ പറഞ്ഞു, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ആര്? ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ ബലാ, അവരൊക്കെ പറഞ്ഞു, അതേ റബ്ബേ. എന്തിനാണെന്നറിയോ? ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത്, നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത്. അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും, നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന്. അത്രയും കാലം ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിന്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം. അതിന്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട്, ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട്, ശരീരമില്ലാതെ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് 60-70 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യന്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം. ഇത് കഴിഞ്ഞ് മരിക്കും. അങ്ങനെ നിങ്ങളൊക്കെ മരിക്കും. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, നിങ്ങൾ മരിച്ചു പോകും നബിയേ. വ ഇന്നഹും മയ്യിതൂൻ, മനുഷ്യരെല്ലാവരും മരിച്ചു പോകും നബിയേ. എല്ലാവരും മരിക്കും. ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത്, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതാൻ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന നേരമേതോ ആ സമയം വരെ ഖബറിൽ വിശ്രമിച്ച് കിടക്കണം. അമ്പിയാക്കന്മാർ കിടക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം വിശ്രമിച്ച് കിടക്കുകയാണ്. ഇദ്രീസ് അലൈഹിസ്സലാം അക്കൂട്ടത്തിലുണ്ട്. ഹൂദ് നബിയുണ്ട്, സ്വാലിഹ് നബിയുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എല്ലാവരും വിശ്രമിക്കുക. നമ്മുടെ വല്യമ്മമാരൊക്കെ വിശ്രമിച്ച് കിടക്കുകയാണ്. അല്ലാഹു അത് നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു അത് മാറ്റിക്കൊടുക്കട്ടെ. എത്ര കാലം കിടക്കണം? ഒരുപാട് കാലം. മുഅ്മിനീങ്ങൾക്ക് മാ ബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബി, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും. ഇത്രയും കാലം ഖബറിൽ കിടക്കണം. എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആഖിറത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. فإذا نفخ في الصور نفخة واحدة, ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അല്ലാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഹ്ശറായിലേക്കുള്ള നടത്തമാണ്. മാ ബൈന 60 വ 70 40, ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തേതിന്റെയും ഇടയിൽ 40 ഉണ്ട്. 40 മണിക്കൂറാണോ നബിയെ? അത് 40 ദിവസമാണോ നബിയെ? 40 ആഴ്ചകളാണോ, മാസങ്ങളാണോ, വർഷങ്ങളാണോ? മറുപടി പറഞ്ഞില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഹ്ശറായിലെ ദിവസം. അവിടെയും കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് വിചാരണ. അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത്. ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ്.
അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ ഉദരത്തിലൂടെ വന്ന ആലമുൽ അർഹാമിൽ നിന്ന് ആലമുൽ ഷഹാദയിലേക്ക്, ആലമുൽ ഷഹാദയിൽ നിന്ന് ഖബറിലേക്ക് ആലമുൽ ബർസഖ്, അതിൽ നിന്ന് ആലമുൽ മഹ്ശർ, പിന്നെ ആലമുൽ ആഖിറ. ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അറ്റത്താണ് നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത്. അന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമാ തആറഫ മിൻഹ അഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ്. അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത്, അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ്, ശത്രുതയുണ്ടാവില്ല. അന്ന് ആരെല്ലാം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇടയാകും. ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരം ഉണ്ടായത്, നമുക്കൊക്കെ കാണാൻ അവസരം ഉണ്ടായത്. അന്ന് ആത്മാക്കളുടെ ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ്. അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത്, ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത്, അവര് ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ഒരല്പകാലം നമുക്ക് അല്ലാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം. ആ ബന്ധമല്ലാതെ ഇനി സമാധാനത്തിന് വഴിയില്ല. ഐഷുസ്സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ്. അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. തൂ ഇധർ ഉധർ കീന ബാത് കർ യെ ബച്ചാ കെ ഖാഫില ക്യൂ ലുട്ടാ. നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല. ഇഖ്ബാലിന്റെ കവിതയാണ്. എന്തേ ക്യൂ യെ ബച്ചാ കെ ഖാഫില ക്യൂ ലുട്ടാ, നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ. മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ. എന്തേ മുസ്ലിം ഉമ്മത്ത് എന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന്. മുझे रहजनों से गिला नहीं तेरी रहबरी का सवाल है. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ, അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈന്റ് പറയുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം. തെരി റഹ്ബരി കാ സവാല് ഹേ, നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത്? ആദ്യം നീ അത് പറ. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി. മദീനയിൽ അന്ന് ഭൂകമ്പമുണ്ടായപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മദീനയുടെ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീന വിട്ടു പോകും എന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ അപകടങ്ങൾ ഉണ്ടാകൂ. അല്ലാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ. ഇനി ഒരിക്കലെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക്, ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ, ഞാൻ മദീന വിട്ടുപോകും. ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത്? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്. അല്ലാഹുവേ, നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ. നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ. എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി, ഷഹീദാകണം. പക്ഷെ എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. മദീന വിട്ടുപോകാൻ ഞാൻ ഒരുക്കമല്ല. മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല. ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം. ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയത്. വയറിന് കുത്തുകയായിരുന്നുവല്ലോ. ആ മുറിവിൽ മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല, മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും പ്രാർത്ഥിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ അന്നൊരിക്കെ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും, എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ? ഏതോ ഒരു വീട്ടുകാരൻ, ഏതോ ഒരു കുടുംബക്കാരൻ
അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോൾ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത്, അള്ളാഹുവിന്റെ ശിക്ഷയാണിത്. നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും, അവന്റെ ശിക്ഷ കൊണ്ട് ഇടപെടും. മുझे रहज़नों से गिला नहीं तेरी रहबरी का सवाल है. കൊള്ളക്കാരെ കുറിച്ചല്ല നമ്മുടെ പരാതി, ഇസ്രായേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി, ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ എവിടെയാ വിഷയം. ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി, നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. മുझे रहज़नों से गिला नहीं तेरी रहबरी का सवाल है. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ അല്ലാഹുവിലേക്ക് നയിച്ചത്, അല്ലാഹുവിലേക്ക് നയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നബിയേ, വഅ്മുർ അഹ്ലക ബിസ്സലാ, അങ്ങയുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം നബിയെ, അവർ നിസ്കാരം നിലനിർത്തണം. വസ്തബിർ അലൈഹാ, അങ്ങ് ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം നബിയെ. അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം, അള്ളാഹുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം. ലാ നസ്അലുക റിസ്ഖ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നഹ്നു നർസുഖുക, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. എന്തേ ചെയ്യേണ്ടത്? നീ നിസ്കരിക്കുക, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ, വീട്ടുകാരെ നിസ്കരിക്കട്ടെ, ജ്യേഷ്ഠനും അനുജനും നിസ്കരിക്കട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂദ് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റിസ്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ. എന്തേ? അള്ളാഹുമായുള്ള ബന്ധമായപ്പോ അവിടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കാരം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. സുബഹി ബാങ്ക് വിളിച്ചിട്ടില്ല, വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, മോളെ ഫാത്തിമ, മോനെ അലിയെ, ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ. സുബഹിന്റെ മുമ്പായിട്ട് 2 റകഅത്തെങ്കിലും നിങ്ങളൊന്ന് നിസ്കരിക്കണേ അലിയെ, ഒന്ന് നിസ്കരിക്കണേ ഫാത്തിമ. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ മരുമകനോട്, തന്റെ മോളോട്, വിവാഹം ചെയ്യപ്പെട്ട മോളോട്, മരുമകനോട് നൽകുന്ന ഉപദേശം, ഖബ്ലൽ ഫജ്ർ, സുബഹിന്റെ മുമ്പ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കിൻ, നിങ്ങൾ മറന്നു പോകല്ലേ. മോളെ, എന്റെ മരുമോനെ, രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ, 2 റകഅത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് നിസ്കരിക്കിൻ. ഇത് പറയാതെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല. ഖൂമാ ഫസല്ലിയാ, മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ? ഇല്ല. സ്ത്രീധനം കൊടുത്തിട്ട് എന്താ പ്രശ്നം? കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ്. മണിമാളിക പോലത്തെ വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ. അല്ലേ? വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ. എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ടായിട്ട് ഹൃദയമെന്ന അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലാ വഹിയൽ ഖൽബ്, മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ്, ഖൽബാണ്. ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്, അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. 10th പ്ലസ് 2 പഠിക്കുന്ന പെൺകുട്ടി, നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ, അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല. അള്ളാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ? അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തിയുറങ്ങാൻ കഴിയുന്നത്. ചെറുപ്പക്കാരാ, നിന്റെ സ്നേഹം നീ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. അള്ളാഹുവിനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ? കരഞ്ഞുകൊണ്ട് വന്നു ഒരു സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സ്വഹാബി, ഞാൻ മദീനക്കാരനാണ്. നബിയേ, അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എൻ്റെ മനസ്സിങ്ങനെ പറയും, ഒന്ന് നബിയെ പോയി കാണണം, ഒന്ന് കാണണം നബിയെ, ഒന്നുകൂടെ കാണണം. ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, ആ മുഖത്തിന് ചമൽക്കാരമുണ്ട്, ആനന്ദമുണ്ട്. അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് കാണാൻ കൊതി വരുമ്പോ നബിയെ, ഞാൻ ഇങ്ങോട്ട് ഓടി വരും പള്ളിയിലേക്ക്, അങ്ങയെ കണ്ണു നിറയെ കാണും, അങ്ങനെ ഞാൻ തിരിച്ചു പോകും.
കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പറയും ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന് മനസ്സിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും നബിയെ, എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരും, പള്ളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണേണ്ടടുത്ത് ഞാൻ വന്നിരിക്കും. ഒരുപാട് നോക്കിയിട്ട് കണ്ണ് നിറയാറുണ്ട് നബിയെ. എൻ്റെ പ്രശ്നം ഇതല്ല. ഇദാ മിത്ത വമിത്തു അന, അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ റുഫിഅത ഇലൽ ഇല്ലീൻ, അല്ലാഹു അങ്ങേക്ക് ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അല്ലാഹു അങ്ങേക്ക് നൽകുകയും ഞാൻ പാവമായ അങ്ങയുടെ ഒരു സ്വഹാബി സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടുകളിൽ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ നബിയേ, സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത്. അങ്ങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയേ? ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്നങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്ത് വെച്ച് അങ്ങയെ കാണാൻ കഴിയുമോ നബിയേ? ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നബിയേ. എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ. എന്നെ മരണശേഷം എൻ്റെ ഈ കൊതി നടക്കുമോ എന്ന വേവലാതിയിലാണ്, പ്രശ്നത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂലിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. കാത്തിരുന്നു. നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി ഇറങ്ങി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. പറഞ്ഞു കൊടുക്കൂ നബിയേ, അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതി വന്ന് എപ്പോഴും ഓടി വരുന്നൊരു സ്വഹാബിക്ക് നാളെ സ്വർഗലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണവർ. നബിയെ, അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ, സ്നേഹം അങ്ങയോടാണവർ നൽകിയത്. ആ സ്നേഹം അങ്ങേക്ക് നൽകിയ സ്വഹാബിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനും അവന്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ, അല്ലാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ, അല്ലാഹുവിനും റസൂലിനും ഹൃദയം സ്നേഹം കൊടുത്തവർ, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. പരിശുദ്ധ ഖുർആനിൽ സ്വഹാബിക്ക് അല്ലാഹു നൽകുന്ന മറുപടിയായിരുന്നുവത്. ഹൃദയം അല്ലാഹുവിന് കൊടുത്തു, ഹൃദയം അല്ലാഹുവിന് നൽകി. പിന്നെ എവിടെയാണോ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ, നിങ്ങൾ അവരോടൊപ്പമാണ്. സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി. ഹൃദയം അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഹൃദയം അല്ലാഹുവിനാണോ? നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത്? അല്ലാഹു ആണോ, അവന്റെ റസൂലാണോ, അവന്റെ ദീനാണോ, മറ്റെന്തെങ്കിലുമാണോ? മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിലേക്ക് മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമായതിന്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മഅ മൻ അഹ്ബബ്ത അൻത മഅ മൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിന്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആര് സ്നേഹിക്കാം? നിങ്ങൾ ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, സിനിമാ സ്റ്റാറിനെ, കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ, അവരെങ്ങോട്ട് പോകും? അവരുടെ കൂടെ പോകാം. ഇതാണ് ഇസ്ലാമിന്റെ വിഷയം. നിനക്കാരെ സ്നേഹിക്കാം, അവരെങ്ങോട്ടാ പോവുക? ആ കൂട്ടത്തിൽ പോകും. അൻത മഅ മൻ അഹ്ബബ്ത. ഇത് ജീവിതത്തിൽ ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഈ ഹദീസ് പഠിച്ചേക്കണം. അൻത മഅ മൻ അഹ്ബബ്ത, യു വിൽ ബി വിത്ത് ദോസ് ഹു യു ലവ്. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ആരെ സ്നേഹിക്കുന്നു? അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചാൽ ഹബീബിന്റെ കൂടെയാണ്.
അംബിയായിനെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ്. അതല്ല വലിയ സിനിമ നടീനടന്മാരോടാ വലിയ സ്നേഹം, അതൊക്കെ കഴിഞ്ഞിട്ടേ അന്നേ റസൂലൊക്കെ ഉള്ളൂ. എന്നാ അവർ പോകുന്നിടത്തേക്ക് പോകാം. ഇത്രയും വിഷയമുള്ളൂ. അന്ത മഅമൻ അഹ്ബബ്ത്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. എന്താണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഖൽബ് ശരിയായിട്ടുണ്ടോന്നാ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ ഹൃദയം? അള്ളാഹുവിന് സ്നേഹം കൊടുത്തോ? അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, മുഹിബ്ബുസ് സുന്നഹ്, മഹാനായ സ്വഹാബി, മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയും. നബിയെ, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഇന്നതൊക്കെയായിരുന്നു. ഒന്ന് മറുപടി വരും നബിയെ, എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം? സ്വപ്ന വ്യാഖ്യാനം ചോദിക്കും നബി തങ്ങളോട് സ്വഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഞാനാണെങ്കിലും ഒരു സ്വപ്നം കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, സ്വപ്നേ കാണുന്നില്ല. ചിലർ സ്വപ്നം കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല, അങ്ങനത്തൊരുണ്ടാവും. സ്വപ്നേ കാണുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് സ്വപ്നം തന്നെ കാണുന്നില്ല. കൊതിച്ചുപോയി, എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സ്വന്തം പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ്. സ്വന്തം പെങ്ങള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഞാൻ കിടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത റുയാ. പടച്ചവനെ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം. ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടത്, അതാനി മലക്കാൻ, 2 മാലാഖമാർ എന്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഹ്ശറയാണ് സമയം, വിചാരണ കഴിഞ്ഞ സമയമാണ്. നരകത്തിന്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. 2 പേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഗത്താ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. വഅലൈഹാ ഗിതാ കൽബിഇരി വഅലൈഹൽ ഗിതാ, ഒരു കിണർ പോലെ ഞാൻ കണ്ടു, അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അലൈഹിം നാറും മുഅ്സദ, നരകം അവരുടെ മേൽ മൂടിവെക്കും എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ. നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാഅ സാലിസ്, മൂന്നാമതൊരു മാലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എൻ്റെ പെങ്ങളോട് ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എൻ്റെ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അല്ലാഹുവിൻ്റെ റസൂലിനോട്, എൻ്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ. നിങ്ങളതിങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, നിഅ്മർ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ. നിഅ്മർ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ. രാത്രി നിസ്കരിക്കുമെങ്കിൽ, രാത്രി 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കുമെങ്കിൽ അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ ഉഷാറാണ് ആള്. പക്ഷേ ആ ഒരു രാത്രി സുബ്ഹിന്റെ മുമ്പ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് മാഷാ അല്ലാഹ്. ബാക്കിയൊക്കെ ക്ലിയറാണ്. 2 റക്അത്ത് രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഫമാ തറക്തുഹാ മുൻദു അൻ ഖാലഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ആ പറഞ്ഞതിന്റെ ശേഷം പിന്നെ രാത്രിയിലെ 2 റക്അത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുമായുള്ള ബന്ധമാണ്.
അള്ളാഹുവിന് കുറച്ച് സമയം കൊടുക്കുക. അള്ളാഹുവിന് സമയം കൊടുക്കുന്നത്, ഹൃദയം കൊടുക്കുന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സുഅദാ, സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ്. അള്ളാഹുവിന് സമയം കൊടുത്തു, ഹൃദയം കൊടുത്തു. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون عليكم بقيام الليل രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കരിക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ. ഇശ അതിനെ സംബന്ധിച്ച് വർത്താനല്ല, അത് നിസ്കരിച്ചേ പറ്റൂ. രാത്രി 2 റക്അത്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ദഅബുസ് സാലിഹീൻ, അത് സജ്ജനങ്ങളുടെ മാർഗമാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. പലരും ചോദിക്കും, എന്താണ് തെറ്റ് വന്നു പോവുകയാണല്ലോ, തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ മരുന്നാണ് ഈ പറയുന്നത്. വമൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം, ആണും പെണ്ണും നിസ്കരിക്കണം, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിസ്കരിക്കണം. വമൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അള്ളാഹു രക്ഷിക്കണമെങ്കിൽ 2 റക്അത്തെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി. സുബഹിക്ക് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റത്തിന് കിട്ടും. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് വെച്ചുന്നവർ അങ്ങനെ. തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ 2 റക്അത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തേത് ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. എത്രയോ ക്യാൻസർ രോഗികളുണ്ട്, അല്ലാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. കിഡ്നി ഫെയിലിയറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ രോഗമുള്ള ആളുകൾ, അല്ലാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, അസുഖം, വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ്. ചെയ്തുപോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം. തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം. ഖുർബത്തുൻ ഇലല്ലാഹ്, അത് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ്, അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളെ. എല്ലാവരും ഉറങ്ങല്ലേ, അത് ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത. നിങ്ങൾ സുബഹിസ്കാരത്തിന് പോയ ആരെങ്കിലും സുബഹിസ്കാരത്തിന് വരുന്ന ആളാ, അത് 4 ആൾ അറിഞ്ഞെന്ന് വരും. ആ വരുന്നവരറിയുമല്ലോ. ളുഹറിന് പോയാലും അറിയും, സുബഹി അസറിന് പോയാലും അറിയും, മഗ്രിബിന് ഇശാക്ക് പോയ ജുമുഅക്ക് പോയാലും മനുഷ്യന്മാർ കാണുന്നുണ്ട്. പക്ഷെ ആരും കാണാതെ അവനവൻ്റെ വീട്ടിൽ. ചിലർ പറയും രാത്രി നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചല്ല ബൾബ് നിട്ടേക്കരുത് റൂമിൽ. ബാക്കിയുള്ളൊരു നാട്ടുകാർ കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ, അത് അറിയിക്കണ്ട, അതാരും അറിയണ്ട, നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക, നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളെന്ന് ഭയങ്കര ഉഷാർ. നമുക്ക് പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള മദ്രസ ഉണ്ട്. നമ്മുടെ പരിപാടികളും വാദമൊക്കെ ഉഷാറാ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെയാണ് ഓരോരോ വാദിനൊക്കെ വരല് അല്ലേ. നമ്മുടെ നൗഷാദ് വാക്കവി ഉസ്താദും കബീർ വാക്കവി ഉസ്താദിൻ്റെ ഒക്കെ വാദങ്ങളൊക്കെ എന്തൊരു ഗംഭീരാണ്. മാഷാ അല്ലാഹ്, എത്രയാണ്. അൽഹംദുലില്ലാഹ്.
എന്തപ്പോ ആ ഒരു ഉണർവിന് മാത്രമുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ എന്താ കാണുന്നില്ലല്ലോ. അതാണ് എൻ്റെ ബേജാറ്. ആവേശം ഭയങ്കര ഉഷാറായ മാറ്റം കാണുന്നില്ല. നമ്മളെ പഴയ ആൾക്കാരെന്നെ അത് കഴിഞ്ഞ് വിരിഞ്ഞു പോയാൽ കഴിഞ്ഞു. പിന്നെ എന്താ ഈ മാറ്റം വരാത്തത്? അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല. നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയർ ആവും. മഹാന്മാർ പറയായിരുന്നു, ഞാനും അല്ലാഹും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ ഒന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഞാനും എൻ്റെ റബ്ബും തമ്മിൽ, എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം, എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അല്ലാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല. നമ്മൾ നേരെ നേർവഴിക്ക് പോയിട്ടുണ്ടോ എന്നതാ പ്രശ്നം. കൊള്ളക്കാര് വന്നതല്ല. തൂ ഇധർ ഉധർ കീ ന ബാത് കർ യേ ബച്ചാ കെ ഖാഫില ക്യൂ ലുട്ടാ. എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം? നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തോ? ഇതാണ് വിഷയം. ഐശുസ്സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. ആ പ്രഭാത നേരത്തവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണവർ. വബിൽ അസ്ഹാർ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു 3 മണി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം, സഹറിന്റെ നേരമാണ്. അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അല്ലാഹു പുറത്തു തരണേ റബ്ബേ, അല്ലാഹു പുറത്തു തരണേ റബ്ബേ, അല്ലാഹുവെ പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ അത് പറയുമ്പോൾ. കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത്. കാരണം അവരാണിപ്പോൾ പിഴച്ചു പോകുന്നത്. നല്ല ഓർക്കണം, അല്ലാഹുവിലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ്. ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിൻ്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ച് നേരത്തൊരു വെയിറ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം. അതിന് മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുക്കും. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്ത്? നേരത്തെ കിടന്നുറങ്ങണം കേട്ടോ. 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് സുബഹി പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബഹിനെ പറ്റി വർത്താനല്ലല്ലോ. സുബഹിക്ക് അള്ളാഹുവിനെ പ്രശ്നം വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ? നമ്മുടെ തെറ്റ് അല്ലാഹു പുറത്തു തരണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വെളുപ്പിക്കുന്നത്, അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ വന്ന് വെളുപ്പിക്കുന്നത്. ഇതിന്നൊക്കെ രക്ഷ വേണ്ടേ? അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം. ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്. പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അല്ലാഹു പുറത്തു തരും. ശരീരത്തിന് അല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. 2 റക്അത്തെങ്കിലും മിനിമം. അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും. അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാനും നീയത്ത്. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദുആ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുആ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. ഉറക്കെ ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാരും 10 രൂപ തരണം എന്നല്ല ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അർത്ഥം. നിങ്ങളാരും സംഭാവന തരണം എന്നല്ല ഇപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്. നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് ഒന്നും പറയാൻ നിൽക്കല്ലേ. അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം. ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. ഒരു ആബിദായ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 40 വർഷം അവർ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. 40 വർഷം സുന്നത്ത് നോമ്പ്. റമദാനല്ലേ സുന്നത്ത് നോമ്പ്. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് എടുക്കൂല, പിറ്റേന്ന് എടുക്കൂല. അത് സ്വയാമി ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെയാ നോമ്പ് നോറ്റിരുന്നത്. വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ. അത് അത്ഭുതം. കച്ചവടക്കാരനായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും. നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ആർക്കെങ്കിലും സംഭാവന ചെയ്യും. പിന്നെ മഗ്രിബായ കട പൂട്ടും, വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും. നോമ്പ് തുറയാണ്. അതിന് മുമ്പ് ചെറുതായിട്ട് നോമ്പ് തുറക്കും. സുബ്ഹാനല്ലാഹ്. നോമ്പില്ലാത്തെന്നാ ഭക്ഷണം. വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ, ഭക്ഷണം കഴിക്കുന്നുണ്ട്. എവിടെ? 40 വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല. മരിച്ചതിൻ്റെ ശേഷം അറിയണത്. സുബ്ഹാനല്ലാഹ്. സ്വകാര്യമാക്കാൻ പറ്റണം. വിളിച്ചു പറയല്ലേ. നമ്മളും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കും. റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. സത്യവിശ്വാസികൾ സന്തുഷ്ടരായി കഴിഞ്ഞവർ, ആഖിറത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നുപോയവർ ഇങ്ങനെയായിരുന്നു. രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. അവര് അത്താഴ നേരത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. എൻ്റെ ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി മൊബൈൽ ചോദിച്ചോലു, ഉമ്മ നിങ്ങൾ മൊബൈൽ തരി. എന്തിനാണെന്നറിയോ? ഒന്നുമില്ല, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ്. അലാറം വെക്കാൻ നിങ്ങൾ മൊബൈൽ തരുന്നു. ഉമ്മ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈൽ വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരന് മിസ് കോൾ അടിച്ചിട്ട് വർത്താൻ പറഞ്ഞിരിക്കുക നേരം വിളിക്കോളെന്ന്. സുബ്ഹാനല്ലാഹ്. ഉണ്ടായൊരു ചരിത്ര സംഭവം പറയാം. നമ്മളെ ഈ ജില്ലയിലല്ല എന്ന് മാത്രം. ഇത് കണ്ണൂരല്ലേ, കണ്ണൂർ ജില്ലയല്ലേ, നിങ്ങളുടെ ജില്ലയിലല്ല. അതിലപ്പുറം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ. ഈ സംഭവം നടന്നത് നിങ്ങളുടെ ജില്ലയിലല്ല. ഉമ്മ മൊബൈൽ തരി, അലാറം വെച്ച് എണീക്കാനാ മോള് പറയാം. എന്നിട്ട് ഇവള് മിസ് കോൾ അടിക്കുക ചെക്കനെ. അപ്പോൾ അങ്ങോട്ട് വിളിക്കുക നേരം വിളിക്കോളും. നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തു തരണേ, അള്ളാഹുവെ പുറത്തു തരണേ, പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാ ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ. അവർ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ്. സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ്, പേടിക്കേണ്ടവരാണ്. സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തിന്മ ചെയ്യലിൻ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട്. മഹാനായ സഅദേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു പഴം തിന്നതിന്റെ പേരിലാണ്. ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട്. എന്താ നിന്റെ ചിന്ത? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരു നേരത്തെ ഒരൊറ്റ തവണ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദം നബി അലൈഹിസ്സലാം ചെയ്തു പോയ ഒരൊറ്റ പഴം ഭക്ഷിച്ചതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത്. ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ. അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ആദമിന് അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചപ്പോഴാണ് اخرج منها فإنك رجيم فإن لك ألا تتكبر فيها. ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇബ്ലീസ്, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന്. അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് അട്ടിപ്പായിപ്പിച്ചത് ഒരു സുജൂദ് ചെയ്യാൻ മടിച്ചതിന്റെ പേരിലാ. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, ഒരു നിസ്കാരത്തിലെ എത്ര സുജൂദാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത്? ആലോചിക്കണം. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ അല്ലാഹു അട്ടിയോടിച്ചിട്ടുണ്ട്.
അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് സഅദേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഗവർണറായിരിക്കെ അമീറുൽ മുഅ്മിനീൻ എഴുതി കൊടുക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പേടിച്ചപ്പോഴാണ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അവര് മദീനത്ത് നിന്ന് കല്യാണം കഴിച്ചൊരു സ്വഹാബിയാണ്. ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു. ഇതൊക്കെ ദുനിയാവ് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ്. അതിൻ്റെയൊക്കെ സാമ്പിളുകൾ അല്ലാഹു തആല അന്ന് തന്നെ കാണിച്ചെന്ന്. ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത്. എന്ത് നമ്മൾ ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ അബ്അദ ഖദ് സനാ യാ റസൂലല്ലാഹ്. ആരാരുമില്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് സിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, പിശാച്ച് പലതും മോഹിപ്പിക്കും. പിശാച്ച് പറയും കുഴപ്പമില്ലല്ലോ, പിശാച്ച് പറയും ആരും അറിയില്ലല്ലോ, പിശാച്ച് പറയും ഇത് ഒരിക്കലാണല്ലോ, പിശാച്ച് പറയും തിരക്കേടില്ലല്ലോ. തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ച് വിട്ടുനിൽക്കും, എന്നെ കുറ്റം പറയല്ലേ എന്ന്. ഇതാണ് തിന്മയുടെ വിഷയം. ഇത് തന്നെ സംഭവിച്ചു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചു പോയി. തിന്മ സംഭവിച്ചു പോയി. എന്താ മുഅ്മിനെ? ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ. അത് നിങ്ങളെ ജില്ലക്കാരനാണ്. പക്ഷെ ആളെ പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. ഇവിടെ അല്ല, ഗൾഫിൽ വ്യഭിചാരം സംഭവിച്ചു. ഞാൻ അന്തം വിട്ടുപോയി റബ്ബേ. ഇങ്ങനെ അതും എപ്പോഴും ദിക്റും സ്വലാത്തും ചൊല്ലി നടക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ സ്വാലിഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദുമാരുടെ കൂടെ ഒക്കെ പരിചയമുള്ള ആള്. മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വലാത്തും ദിക്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ. നമ്മളൊക്കെ പിശാച്ച് തട്ടിക്കൊണ്ടുപോകും. ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകും. എത്ര അച്ചടക്കമുള്ള മക്കളാണ് മദ്രസയിൽ 8ഉം 10ഉം കൊല്ലം പഠിച്ച പെൺകുട്ടികളാണ് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ആലോചിക്കണം, പഠിക്കാത്തതുകൊണ്ടാണോ? ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ ഇറങ്ങിപ്പോണില്ലേ? ചാടിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കന്മാരില്ലേ? ഇവരൊക്കെ പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, ഒരു നേരത്തെ പിശാച്ച് ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോളി. അള്ളാഹു കാവൽ തരട്ടെ, അള്ളാഹു കാവൽ തരട്ടെ. ഇങ്ങനൊരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടവൻ ഞാൻ അത്ഭുതപ്പെട്ടു. യാ റബ്ബേ, ഇങ്ങനെ സംഭവിക്കോ? ഇങ്ങനെ സംഭവിക്കോ? കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ, അവന് ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഓർക്കും നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. മനുഷ്യന്മാർ അറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വേജാറ്. ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചോൻ തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊരു വിഷമം! നബിയെ, അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയെ. ഞാൻ പറഞ്ഞ വാക്കാണ് അബ്അദ്. ഞാൻ അകന്നു പോയല്ലോ നബിയെ. ബോധമുണ്ടായിരുന്നു, നല്ല ആളാ, പക്ഷെ എന്ത് ചെയ്തു? ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി നബിയെ. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ഇബ്തഇദ്, പോ, ഇവിടുന്ന് പോ മാഇസ്, നിങ്ങൾ എന്തായി പറയുന്നത്? പോന്ന് പറഞ്ഞു, അട്ടി ഓടിച്ചു. വീണ്ടും വന്നു. സ്വഹീഹ് മുസ്ലിമിലുണ്ട്.